കൊമ്പൻ ചരിഞ്ഞു. കൊമ്പൻ ചരിഞ്ഞത് കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷം ആനയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് പ്രത്യേക സംഘം പരിശോധിക്കും. 20 ദിവസത്തിനിടെ ആനയ്ക്ക് മയക്കുവടിയേറ്റത് 2 തവണയാണ്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തും. വെറ്ററിനറി സർജന്മാരുടെ സംഘം ബന്ദിപ്പൂരിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഷിബു ചേരുന്നു. ഷിബു, മയക്കുവടി വെക്കുന്നതും പിടികൂടുന്നതും അവൻ അലോസരപ്പെട്ട് നടക്കുന്നതും ഒക്കെ നാം കണ്ടതാണ്. അതിനുശേഷം പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ തന്നെ അവൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ ചരിയുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? അതെ, അജിൻഷാദ് സൂചിപ്പിച്ചതുപോലെ വളരെ നിരാശാജനകമായ, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് രാവിലെ കേട്ടത്. കാരണം ഇന്നലെ പൂർണ്ണ ആരോഗ്യവാനായി ഇവിടെ വയനാട്ടിൽ നിന്നും ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയ ആന തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ള വാർത്ത ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത്. കാരണം അതിന് പറ്റ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ആരോഗ്യവാനായിരുന്ന ഒരു ആന പോയി പെട്ടെന്ന് ചെരിഞ്ഞു എന്നുള്ള വാർത്ത ഉൾക്കൊള്ളാനാകാതെയാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല സംശയങ്ങൾ പ്രകടിപ്പിച്ചത്. വനം വകുപ്പിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് അധികൃതർ പറയുന്നത്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കേണ്ടി വരും. രാവിലെ 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് അറിഞ്ഞത്. കാരണം കേരളത്തിൽ നിന്നുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി സർജന്മാരുടെ സംഘവും കർണാടകയിലെ വെറ്റിനറി സർജന്മാരും അതുപോലെ തന്നെ കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 1 മണിക്കൂറിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇന്നലെ വൈകുന്നേരം 5:30 നാട്ടിലിറങ്ങിയ ഈ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ചത്. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം ഒരു തവണ കൂടി മയക്കുവെടി വെക്കുകയും ചെയ്തു. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ, മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ രാത്രി 10 മണിയോടെ എലഫന്റ് ആംബുലൻസിൽ ആനയെ കയറ്റി, കുങ്കിയാനകളുടെ സഹായത്തോടെയായിരുന്നു കയറ്റിയത്. 10:30 മാനന്തവാടി വിടുകയും ചെയ്തു. പിന്നീട് 1 മണിയോട് കൂടിയാണ് 100 കിലോമീറ്ററോളം സ്ഥലം സഞ്ചരിച്ച് ബന്ദിപ്പൂരിൽ എത്തിയത്. ബന്ദിപ്പൂരിൽ എത്തി അവിടെ ആനയെ വാഹനത്തിൽ നിന്ന് ഇറക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പരിശോധനകൾക്ക് ശേഷം ആനയെ തുറന്നുവിടാനായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ദാരുണമായ വാർത്ത വന്നത്. ഏതായാലും ഇന്ന് വിശദമായ ഒരു പരിശോധന എല്ലാ ഭാഗത്തു നിന്നും അന്വേഷണവും ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കാം ആന ചെരിയാനുള്ള കാരണം എന്നാണ് അന്വേഷിക്കുന്നത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ, പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഒരുപക്ഷെ ഈ ആന ഇത്രയേറെ അക്രമാസക്തനായി നടന്നതൊക്കെ ഒരുപക്ഷെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊന്നും മനസ്സിലാക്കാൻ മനുഷ്യരായ നാം പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഇത് മാത്രമല്ല, ഈ മയക്കുവടിയുടെ ഡോസേജ് കൂടിയതാകാമോ കാര്യം? പ്രത്യേകിച്ച് ഈ ആനയ്ക്ക് ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ അത് ചെവികൾ അനക്കാറാണ് ഉള്ളത്, നമ്മുടെ വിയർപ്പ് ഗ്രന്ഥിക്ക് സമാനമായ രീതിയിൽ. അപ്പോൾ ഈ അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് കുറയും ഒരു പക്ഷേ ഈ മയക്കു മരുന്ന് കൂടുതലായി എത്തിയാൽ. അപ്പോൾ അത്തരം സാധ്യതകൾ, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വെള്ളം ശരീരത്തേക്ക് പമ്പ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഔദ്യോഗികമായ അല്ലെങ്കിൽ പോലും അനൗദ്യോഗികമായ നിരീക്ഷണങ്ങളുണ്ടല്ലോ ഷിബു, അതിനെ ഒന്ന് ക്രോഡീകരിച്ചാൽ. അനൗദ്യോഗികമായി നമ്മളുടെയൊക്കെ ഒരു പ്രവൃത്തി പരിചയം വെച്ച് നമുക്ക് കുറച്ചേറെ വീഴ്ചകൾ നമുക്ക് സ്വാഭാവികമായി തോന്നും. അത് ഒരുപക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാവാം നമുക്ക് തോന്നുന്ന, അതായത് ഒരു സാധാരണക്കാരന് തോന്നുന്ന സംശയങ്ങൾ അവിടെ ഉണ്ടായത്. ഒന്ന്, ഈ ആന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറെ സ്ഥലത്തൊക്കെ കുറെ സമയങ്ങൾ ഇങ്ങനെ ഒരേപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് കാലുകൾ പോലും അനക്കാതെ, കൈകാലുകൾ പോലും അനക്കാതെ കുറെ സമയം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ ഇരു ചെവികളും ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു. അതേസമയം തീറ്റ എടുക്കുന്നതായി, അധികമൊന്നും തീറ്റ എടുക്കുന്നതായി കണ്ടിരുന്നില്ല പകൽ സമയങ്ങളിലൊന്നും. അതുപോലെ തന്നെ മറ്റൊരു കാഴ്ച, ഇത് ഈ പ്രകാശം കണ്ടപ്പോൾ ഒരു പ്രകോപിതനായ ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആളുകൾ ഇന്നലെ അവിടെ നിന്ന് പറഞ്ഞത് ഇത് ശാന്തനായ ഒരു ആനയാണ്, എങ്കിൽ കൂടി ഇതിനെന്തോ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്ന്. കാരണം പിന്നെ അതിന്റെ ഇടത് കാലിന്റെ ഒരു ഭാഗത്തായി ഒരു മുഴയും കാണാമായിരുന്നു. നമ്മൾ ക്യാമറ ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയ മുഴ കാണാമായിരുന്നു. അത് പറഞ്ഞത് ഇതിന് മുൻപ് മയക്കുവെടി വെച്ചപ്പോൾ ഉണ്ടായ ഒരു മുഴയാണ് എന്നാണ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും 20 ദിവസത്തിനിടെ 2 തവണ മയക്കുവെടി വെച്ചു. അതിന് മുമ്പ് ഒരു തവണ കൂടി ഇതിന് മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുണ്ടായിരുന്നു. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച, ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ഈ ആന, നേരത്തെ കേരള വിഷന്റെ ചർച്ചയിൽ ഒരു വെറ്റിനറി സർജൻ സൂചിപ്പിച്ചതുപോലെ, ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച് അതിർത്തി കടന്ന് 200 കിലോമീറ്റർ സഞ്ചരിച്ചെത്തിയിട്ടും നഗരത്തിലെത്തുന്നത് വരെ എന്തുകൊണ്ട് വനംവകുപ്പ് ജാഗ്രതയോടെ കൂടി നീങ്ങിയില്ല? വനംവകുപ്പ് ഇതിനെ പ്രതിരോധിച്ചില്ല, ഇതിനെ കാട് കടത്താൻ ഉള്ള നീക്കം നടത്തിയില്ല എന്നുള്ള ഒരു വീഴ്ച സ്വാഭാവികമായും അതാണ് ശശീന്ദ്രൻ വനം വകുപ്പിന് വീഴ്ചയില്ലെന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന വീഴ്ചയുടെ പ്രധാന കാരണമാണ് ഷിബു ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ റേഡിയോ കോളർ ധരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യുന്നത് തന്നെ ഇത്തരത്തിലുള്ള അറിവിന് വേണ്ടിയിട്ടാണ്. അത് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഇത്ര ദൂരം ഈ ആന ഇവിടെ എത്താനായത്?
വളരെ വളരെ ചിലവേറിയ ഒരു പരിപാടിയാണ് ഈ റേഡിയോ കോളർ ഘടിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് 200 കിലോമീറ്റർ സഞ്ചരിച്ച് ഇതിന്റെ സഞ്ചാരപാത വരുന്നതനുസരിച്ച് തന്നെ കേരളത്തിൽ തന്നെ എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നുള്ളത്. അതായത് കേരള കർണാടക അതിർത്തിയായ തിരുനെല്ലി പഞ്ചായത്തിലെ സർവാണി മേഖലയിൽ ഇതിനെ ആളുകൾ കണ്ടതായി വിവരം ഫോറസ്റ്റ് വകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നു. അപ്പോൾ വനം വകുപ്പ് അധികൃതർ നാട്ടുകാരോട് പറഞ്ഞു പോലും ഇതിനെ നിരീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം തലപ്പുഴ പഞ്ചായത്ത്, അവിഞ്ഞാൽ പഞ്ചായത്തിലെ തലപ്പുഴ മക്കിമല, അതായത് വനമേഖലയാണ്, അത് മാവോയിസ്റ്റ് സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. മക്കിമലയിലെത്തി, അവിടെ നിന്ന് മാനന്തവാടി എത്തി, എടവക പഞ്ചായത്തിലെത്തി, തിരിച്ച് വീണ്ടും മാനന്തവാടി നഗരത്തിലെത്തി. അതായത് ഇത്രയും കിലോമീറ്ററുകൾ ദിവസങ്ങളോളം ഈ ആന സഞ്ചരിക്കുമ്പോൾ എവിടെയായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ? എന്തുകൊണ്ടാണ് ഇതിനെ നിരീക്ഷിച്ച് കർണാടക വനം വകുപ്പ് അധികൃതരെ അറിയിച്ച് ഇതിനെ തിരിച്ചു കടത്താനുള്ള നീക്കം നടത്താത്തത്? അതൊരു വലിയ വീഴ്ചയായി എല്ലാവരും കാണുന്നുണ്ട്. രണ്ടാമത്, ഇന്നലെ പകൽ മുഴുവൻ ആന കൺമുൻപിൽ ഉണ്ടായിരുന്നിട്ടും മയക്കുവെടി വെക്കാൻ വൈകി. അതായത് ഉത്തരവിറങ്ങാൻ വൈകി. ഉത്തരവ് ലഭിച്ചതിന് ശേഷം ആനയെ ലൊക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും ആന വാഴത്തോട്ടത്തിലേക്ക് കയറി, വാഴത്തോട്ടത്തിന് മുകളിൽ പിന്നീട് കുന്നിൻ മുകളിലേക്ക് കയറി, വീണ്ടും വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങി, വാഴത്തോട്ടത്തിൽ നിന്നും ഒരു ചതുപ്പിലേക്ക് മാറിയ സമയത്താണ് 5:30 മയക്കുവെടി വെക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ ഉത്തരവിറങ്ങാൻ വൈകിയത് മുതൽ കുറെ സമയം അവിടെ പാഴാക്കി കളഞ്ഞു എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ വീഴ്ചകൾ നമുക്ക് സ്വാഭാവികമായി നമ്മൾ കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഇത്തരം കുറെ സംശയങ്ങളും ഇത്തരം കുറെ വീഴ്ചകളും ഉണ്ടായതായി തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വനംവകുപ്പ് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്, എല്ലാം ആരോഗ്യസ്ഥിതിയും ഒക്കെ പരിശോധിച്ചിട്ടുണ്ട്. പിന്നീടുണ്ടായ ഒരു സാഹചര്യം കൂടി, അവസാന ഘട്ടത്തിൽ 10 മണിക്ക് ഈ ആനയെ കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് 2 കുങ്കി ആനകൾ കൊമ്പ് കൊണ്ട് കുത്തി തള്ളുകയാണ് ചെയ്തത്. അതില് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായി എന്ന് അപ്പോൾ തന്നെ നമുക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് അത്രയ്ക്ക് വ്യക്തമായിട്ടില്ല. ആ മുറിവിലാണോ എന്തോ സ്പ്രേ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് തന്നെ കേരള വിഷന്റെ ദൃശ്യങ്ങളുണ്ട് ഷിബു. കുത്തിയ ഭാഗത്ത് മുറിവിൽ സ്പ്രേ ചെയ്യുന്നത് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതെ, അതായത് ഈ 3 കൊങ്കിയാനകളെ ആയിരുന്നു അവരെ കൊണ്ടുവന്നത്. അതിൽ ഒരെണ്ണം കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആന പ്രകോപിതനായതിനാൽ, വെളിച്ചം കണ്ടപ്പോൾ പ്രകോപിതനായതിനാൽ ആനയെ ഉപയോഗിക്കാതെ വിക്രം സൂര്യ എന്നീ 2 കൊങ്കിയാനകളെ ഉപയോഗിച്ച് ഇടത്തും വലത്തും നിന്ന് ഇവ 2 കൊമ്പുകൾ കൊണ്ട് 2 ആനകളും കൊമ്പുകൾ കൊണ്ട് കുത്തി ആനയെ കയറ്റി. ഷിബു ദയവായി തുടരും. ഇപ്പോൾ വെറ്റിനറി സർജൻ ശ്രീ ജയകുമാർ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ ജയകുമാർ, എന്താണ് ഈ സംഭവിക്കുന്നത്? ഇങ്ങനെ മയക്കുവെടി വെക്കുന്ന ഘട്ടത്തിൽ അപകട സാധ്യതകൾ ഉണ്ടോ? മയക്കുവെടി വെക്കുന്നിടത്തും മയക്കുന്നതിനകത്തൊന്നും അപകട സാധ്യതകളില്ല. അതിന് ഓപ്പറേഷൻസിനകത്ത് ഇനി ബസ്സായിട്ട് കുങ്കിയാനകൾ വല്ലതും എന്തെങ്കിലും തട്ടി ഇടിച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിലുള്ളൂ. കാട്ടിൽ തന്നെ ആനകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ചില ആനകൾ ചത്തുപോകാറുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് വല്ലതും വന്നിട്ട് ചത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ പിൻഭാഗത്തല്ലേ കുങ്കിയാന കുത്തുന്നത്, അത് അപകട സാധ്യതയിലേക്ക് നയിക്കുമോ ഡോക്ടർ? പിൻഭാഗത്ത് മാത്രമല്ല, ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ ചിലപ്പം കുത്തും. നേരെ നിർത്താനൊക്കെ പിൻഭാഗത്ത് മാത്രം കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അത് മുഖം വെച്ച് നിരക്കിയാണ് നിർത്തേണ്ടത്. പക്ഷെ അത് ആനകൾ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് അത് ചെയ്യിക്കുന്നവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ആനകള് മുഖം വെച്ച് നിരക്കി വേണം, അല്ലാതെ കൊമ്പിട്ട് കുത്തി സൈഡിലൊന്നും കൊമ്പിട്ട് കുത്തുന്ന കഥയില്ല. ഈ മുഖം അടുപ്പിച്ച് മൂക്കിന്റെ തുമ്പ് കൊണ്ട് നിരക്കിയാണ് ആനയെ അങ്ങോട്ട് നിർത്തേണ്ടത്. അതൊന്നും ആ സമയത്തൊന്നും ചിലപ്പോൾ നടക്കത്തില്ല. കേൾക്കുന്നുണ്ടോ? അതാണ് ഈ ആനകളെ മയക്കിയത് കൊണ്ടൊന്നും ആനകളെ ചത്തൊന്നും പോകത്തില്ല. ആനകളെ മയക്കുന്നപ്പോ ഇന്ന് മയക്കും നാളെ മയക്കും മറ്റൊന്നും സംഭവിക്കത്തൊന്നുമില്ല. കൊണ്ടുപോകുന്ന വഴിക്കും അങ്ങനെ സംഭവിക്കരുത്. ഇങ്ങനെ ഇന്റേണൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ ഡാമേജ് എന്തെങ്കിലും ഈ ഓപ്പറേഷൻസിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെയൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് കാണുന്നുള്ളൂ. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ആംഗിളിൽ കാണണം. എന്തുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ സംഭവം? റേഡിയോ കോൾ ചെയ്ത ആന എങ്ങനെയാണ് നാട്ടിലിറങ്ങിയത്? റേഡിയോ കോൾ ചെയ്തത് മോണിറ്റർ ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് വയനാട് ഇത്രയും കുങ്കി അനിമൽസ് ഉള്ളപ്പോ എന്തുകൊണ്ട് നാട്ടിലിറങ്ങുന്ന ആനയെ കുങ്കി അനിമൽസ് കൊണ്ട് വെച്ച് ബ്ലോക്ക് ചെയ്തുകൂടാ? ഈ ചർച്ചകൾ മൊത്തം അനാവശ്യമായ കാര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ വളരെ പ്രൊഡക്റ്റീവ് ആവണം. എങ്ങനെയാണ് ഈ റേഡിയോ കോൾ ചെയ്ത ആന നാട്ടിലിറങ്ങിയത്? റേഡിയോ കോൾ ചെയ്യുന്നത് തന്നെ ഇതിനെ മോണിറ്റർ ചെയ്ത് ഇതിനെ നാട്ടിലിറങ്ങാതിരിക്കാൻ വേണ്ടി അത് എവിടെയാണ് പാളിച്ചു പറ്റിയത്? അപ്പോൾ റേഡിയോ കോൾ ചെയ്ത് നാട്ടുകാരെയും ഗവൺമെന്റിനെയും പറ്റിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇതൊരു നിരന്തര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലും തമിഴ്നാടും ഒക്കെ
വളരെ നല്ല രീതിയിൽ ആനക്യാമ്പുകൾ നടക്കുമ്പോൾ കേരളത്തിൽ എവിടെയാണ് ആനക്യാമ്പുകൾ നല്ല രീതിയിൽ നടക്കുന്നത്? കേരളത്തിൽ ഇപ്പൊ ഒരു ആനക്കുട്ടിയെ പിന്നെ കാട്ടിൽ നിന്ന് കിട്ടിയ അതിനെ വളർത്തിയെടുക്കാൻ പോലും ഇപ്പൊ ആളില്ല, എല്ലാം ചത്തുപോവാണ്. കുറെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഭയങ്കര ആഡംബരവും ആഘോഷവും നടത്തിയതിനു ശേഷം അതൊരു സുപ്രഭാതത്തിൽ ചത്തുപോവാണ്. ചത്തുപോയതിനു ശേഷം വളരെ വലിയ മറ്റെന്താണ് എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പിന്നെ പ്രചരിക്കുന്നത്. അയാൾ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്? രണ്ടാമത്തെ പ്രശ്നം. പിന്നെ ആനകളെ എങ്ങനെയാണ് മാനേജ്? ഇത് ശരിക്കും പറഞ്ഞാൽ ശക്തമായിട്ട് ഞാൻ പണ്ടത് വർക്ക് ചെയ്യുമ്പോൾ ശക്തമായിട്ട് അറിയത്തുള്ളൂ, ഇത് ഇങ്ങനെയല്ല ആനകളെ പരിപാലിക്കേണ്ടത്, ഇങ്ങനെയല്ല കോൺഫ്ലിക്ട് ഡീൽ ചെയ്യേണ്ടത്. പിന്നെ ഇതിനെല്ലാത്തിനെയും പിന്നെ കണ്ണ് മറയ്ക്കുന്ന ഒരു ടെക്നോളജി വലിയ വിദഗ്ധ സമിതി എന്ന് പറയും. വിദഗ്ധ സമിതിയിലുള്ളവരൊന്നും ഇതുമായിട്ട് പുലബന്ധമില്ലാത്ത ആൾക്കാരാണ്. ചില 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 ഇരുന്ന പോസ്റ്റിന്റെ ഡെസിഗ്നേഷൻ വെച്ച് വിദഗ്ധ സമിതി എന്ന് വന്ന് കൂടുകയും ആനയെ കുറിച്ച് ശാസ്ത്രീയമായി അറിയാത്തവരാണ്. അല്ല, ഈ വർക്കുകളുമായിട്ട് ബന്ധമില്ലാത്തവരാണ്. ആനയെ കുറിച്ചൊക്കെ അറിയാം, 4 കാലുണ്ട്, തുമ്പിക്കയുണ്ട്, കറുത്ത തൊലിയാന്നൊക്കെ എല്ലാവരും പറയും. അങ്ങനല്ല. ഇതിന്റെ ശരിക്കും എന്താണ് ഇതിന്റെ വർക്ക്? എങ്ങനെയാണ് കോൺഫ്ലിക്ട് ഒഴിവാക്കേണ്ടത്? കോൺഫ്ലിക്ട് ഒഴിവാക്കിയ ചില ആനകൾ അഡൽട്ട് അനിമൽ ടെറിട്ടോറിയൽ അനിമലാണ്, സോൾട്ടറി അനിമലാണ്. അത് എവിടെങ്കിലും നിൽക്കത്തേ ഉള്ളൂ. നിൽക്കുമ്പോൾ ഈ ആനകൾ എങ്ങനെ മാനേജ് ചെയ്യണം? മാനേജ് ചെയ്യാൻ എന്തൊക്കെയാണ് സംവിധാനം വേണ്ടത്? നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഈ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും നാളായിട്ട് ശക്തമായ ഒരു എലിഫന്റ് ഫോഴ്സ് ഉണ്ടോ? എലിഫന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പാർട്ടാണ് ആന കോൺഫ്ലിക്ട് ഡീൽ ചെയ്യാൻ. അത് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് എലിഫന്റ് ഫോഴ്സ് ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ? ഇവർക്ക് ആർക്കും പണി അറിയത്തില്ല. ഇവർ ചുമ്മാതെ ഓരോ ആനകൾ പുറത്ത് കയറുമ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. ഇനിവിടെ നിങ്ങൾ നോക്കണം, ഒരു സുപ്രഭാതത്തിൽ പിന്നെ മൂന്നാർ നിൽക്കുന്ന പടയപ്പ ആന ചരിഞ്ഞിറക്കുന്ന കാണും. അപ്പോഴും കുറെ മീഡിയ പബ്ലിസിറ്റിയും കുറെ ഉദ്യോഗസ്ഥന്മാരും കുറെ കമ്മിറ്റി ബന്ധം, ഏതെങ്കിലും ഒരു കമ്മറ്റി കൊണ്ട് ഏതെങ്കിലും ഒരുത്തരെ ശിക്ഷിച്ചിട്ടുണ്ടോ? കാതലായ ചോദ്യങ്ങളാണ് ഡോക്ടർ ജയകുമാർ ഉന്നയിക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും ഒരു പണിയും ചെയ്യാൻ വയ്യ, ഒരു പണിയും ചെയ്യത്തില്ല. ഇതിനെ കൃത്യമായ നല്ല രീതിയിൽ ആനക്യാമ്പുകൾ ഉണ്ടാക്കി കുങ്കി ആനകളൊക്കെ, കുങ്കി ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ കവലച്ചട്ടമ്പി ആന എന്നാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റഡ് കവലച്ചട്ടമ്പി ആന. ഇത് വൈൽഡ് അനിമൽസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആനകളാണ് കുങ്കി ആനകൾ. അപ്പൊ ഇതിനെങ്ങനെ ഉണ്ടാക്കിയെടുക്കും? ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്ന വെച്ചാൽ ഒരു വർക്കാണത്. അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ആനക്യാമ്പുകൾ കാട്ടിന്റെ ഉള്ളിൽ മാറ്റണം. ഇതിന് ഞാനൊന്ന് പണ്ടിരിക്കുമ്പോ ഇതിന്റെ പ്രാരംഭ നടപടി എന്നുള്ള രീതിയിൽ മലയാറ്റൂർ കാട്ടിനുള്ളിലും കോന്നി കാട്ടിനുള്ളിലും ഇതിന്റെ നടപടികൾ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ക്യാമ്പിലേക്ക് 25 ലക്ഷം രൂപ അലോട്ട് ചെയ്ത് അതിന്റെ പ്രാരംഭ വർക്കുകൾ നടന്നാണ്. ഒരു 7-8 വർഷമായിട്ട് അതവിടെ കിടക്കാണ് കാട് പിടിച്ച്. എന്നുവെച്ചാൽ അതിന്റെ ബാക്കി പണി ചെയ്യാൻ അറിയത്തില്ല. എന്നിട്ടും വനം മന്ത്രി ശശീന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വീഴ്ചയും ഇല്ലെന്നാണ്. നമ്മള് കണ്ണ് തുറന്നു വെച്ച് നോക്കണം. കഴിഞ്ഞ വീഴ്ച നമുക്ക് സബ്ജക്റ്റ് അറിയണം. നമുക്കിത് എങ്ങനെ ടാക്കിൾ എന്ന് വെച്ച് വിശദമായ ഒരു ഡയറക്ഷൻ വേണം. ഓരോ ആനയൊക്കെ ഓരോ സ്ഥലത്തും ഇറങ്ങുന്ന ആനയെ സെമി വൈൽഡ് ആയിട്ട് നമ്മളെ കൺട്രോളിൽ പുനർവികസിപ്പിക്കണം. അതാണ് എന്റെ ടെക്നോളജി. സെമി വൈൽഡ് ആയിട്ട് നമ്മുടെ കൺട്രോളിൽ സെമി വൈൽഡ് ഡൊമസ്റ്റിക്കേറ്റ് അനിമലാക്കി മാറ്റണം. അതിനൊരു വർക്കുണ്ട്. ആ വർക്ക് ഇരിക്കുന്ന ഡോക്ടർമാർക്ക് അറിയണം. ഡോക്ടർമാർ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാർ ആദ്യമായിട്ട് ആനയെ തൊടാൻ പോകുന്നത്. ആന കണ്ട ഓടുന്നവനൊക്കെ എങ്ങനെയാണ് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും വലുതായിട്ട് കാര്യങ്ങളില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിച്ച് നമ്മളിത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇത് സബ്ജക്റ്റ് അറിയാത്തത് കൊണ്ടും ചെയ്യാനുള്ള മനസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടും അതിന്റെ വർക്കിന്റെ റിസ്ക്കും അതിനുള്ള ബുദ്ധിമുട്ടും അറിഞ്ഞുകൊണ്ട് ഇതെല്ലാവരും ഒഴിവാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരെ കൊല്ലുന്നുണ്ട്, കൃഷി നശിപ്പിക്കുന്നുണ്ട്, ആളുകൾ ആനയെ കൊല്ലുന്നുണ്ട്. ഇതിനൊരു അന്ത്യം വേണ്ടേ? ഇതിനൊരു കൺട്രോൾ വേണ്ടേ? ഇനി എത്ര കൊല്ലം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് നമ്മളടുത്ത്. അത് കുറെ കമ്മിറ്റികൾ ഉണ്ടാക്കും. ഇതുമായിട്ട് പുലബന്ധമില്ലാത്ത കുറെ ആൾക്കാരെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കും. ഒരു പുലബന്ധമില്ല, ആനയെ ട്രെയിൻ ചെയ്യാൻ പോലും അറിയത്തില്ല, ആനയുടെ ABC അറിയാത്ത ആൾക്കാരെ കൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കും. ഇതൊന്നും അല്ല ശരിക്കും വേണ്ടത്. കൃത്യമായിട്ട് പണി അറിയാവുന്നതിനെ ഏൽപ്പിച്ച് കൃത്യമായി അവൻ പറയുന്ന കണക്ക് കാര്യങ്ങൾ നടത്തി ഒരു ആനക്കുട്ടിയെ കാട്ടിൽ നിന്ന് കിട്ടിയാൽ വളർത്തിയെടുക്കാൻ അറിയത്തില്ലല്ലോ. അതും വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി എന്തൊരു പബ്ലിസിറ്റിയാ. അതിന് ഒരാൾ കുപ്പിയിൽ പാൽ കൊടുക്കുന്നു, ഒരാൾ വേറെ രീതിയിൽ പാൽ കൊടുക്കുന്നു, കൊണ്ട് അത് ചത്തു പോകുന്നത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? ഇവന്റെ നാട്ടുകാരെല്ലാം കൂടെ അലമ്പിക്കഴിഞ്ഞാൽ
ഇത് അത് 15 ദിവസം കഴിയുമ്പോൾ ചത്ത് കഴിയുമ്പോൾ ഇത് നോക്കിയ ആളിനെ കുറിച്ച് പ്രശംസിക്കാൻ കുറച്ച് ആൾക്കാർ ഇതൊക്കെ കണ്ടു കണ്ട് മടുത്തു. ഇത്തരം ഗിമ്മിക്കുകളാണ് നടക്കുന്നത്. അത് ശരിയാണ്. നമുക്ക് ഈ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലേക്ക് തന്നെ എത്തിയാൽ ഡോക്ടർ ജയകുമാർ, ഇവൻ അസ്വസ്ഥനായി അല്ലെങ്കിൽ ശരിയാണ്, റേഡിയോ കോളർ ഇട്ട ഇവനെ ട്രേസ് ചെയ്യാനായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം അതിനകത്ത്. താങ്കൾ അടയാളപ്പെടുത്തിയതാണ് കാതലായ കാര്യം. മാത്രമല്ല ഈ തണ്ണീർക്കൊമ്പൻ എങ്ങനെ ഇങ്ങനെ അസ്വസ്ഥനായി ഇങ്ങനെ ഓടിയതൊക്കെ അവന്റെ ചിലപ്പോൾ ഒരു പക്ഷേ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലേ? അല്ല ഇതിന് പിന്നെ വേറൊരു വശമുണ്ട്. ഇനി അറിയാം, കാട് ഒരു ടൂറിസം മേഖലയാക്കി മാറിക്കൊണ്ടിരിക്കുക. തലങ്ങും വിലങ്ങും റോഡതിനകത്ത്, തലങ്ങും വിലങ്ങും റോഡാ. എല്ലാ സ്ഥലത്തും ക്യാമ്പ് ഷെഡുകളാ. അവിടെ എല്ലാം ടൂറിസമാ. 1000കണക്കിന് 10000കണക്കിന് രൂപ മേടിച്ചോണ്ട് ടൂറിസമാണ്. കാട് മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. നമ്മള് ശരിക്കും പറഞ്ഞ നമ്മൾ ഒരു മനുഷ്യർ തന്നെ, നമ്മൾ ഭാര്യയും ഭർത്താവ് ഒരിടത്ത് ഇരിക്കുമ്പോൾ 2 ജീവികൾ വന്ന് നമ്മളെ തന്നെ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുക, ഒരു കുന്തം വെച്ച് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് ഇരിക്കാൻ പറ്റുമോ അവിടെ? പറ്റില്ല. ഇത് കണക്കാണ് മൃഗങ്ങള് ഓരോ സ്പീഷീസ് മൃഗങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആൾക്കാർ പോയി നിൽക്കുക, അവിടെ ചെന്ന് ചൂളം വലിക്കുക, അതിന്റെ കൂടെ വണ്ടി ഓടിക്കുക, അവിടെ ചെന്ന് അവന്റെ ഫോട്ടോ എടുക്കുക, ഫ്ലാഷ് അടിക്കുക. അങ്ങനെ മൃഗങ്ങളെ എല്ലാം കാട്ടിന്റെ ഉള്ളിൽ തന്നെ അസ്വസ്ഥരാക്കുകയാണ്. ഈ മൃഗങ്ങളെല്ലാം കാട് അതിന്റെ ഏറ്റവും നല്ല 5 സ്റ്റാർ ഫെസിലിറ്റീസ് ആവാസ വ്യവസ്ഥ കളഞ്ഞിട്ട് നാട്ടിലിറങ്ങണമെങ്കിൽ കാട്ടിനകത്ത് എന്താ പ്രശ്നം ആദ്യം തിരക്കണം. പിടികിട്ടിയ നമ്മൾ ആരെങ്കിലും കാട് ഉണ്ടാക്കി കൊടുത്താണോ? നമ്മൾ ആരെങ്കിലും പിന്നെ വെള്ളം ഉണ്ടാക്കി കൊടുത്താണോ? ആനയത്ത് കൃത്യമായിട്ടറിയാം. എല്ലാ എലിഫന്റ് പാത്തുകൾ മൊത്തം ബ്ലോക്കായി. ആനകൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞ് സീസൺ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ ഈ ആന എത്തിക്കൊണ്ടിരിക്കും ആഹാരത്തിന്. അപ്പൊ വേനൽക്കാലം ആകുമ്പോൾ ഒരു വാട്ടർ ഹോഴ്സിനടുത്ത് എത്തിയിരിക്കും. വേനൽ കഴിഞ്ഞ് അതിന്റെ പുല്ല് തുടങ്ങുമ്പോൾ അത് വേറെ ഇതിലേക്ക് ഇതൊക്കെ ഒരു റെഗുലർ പാത്വേ ആണ്. ഈ ആനപ്പാത്തുകൾ മൊത്തം നശിപ്പിച്ച് അങ്ങ് തലങ്ങും വിലങ്ങും റോഡിടുക, തലങ്ങും വിലങ്ങും റോഡുകൾ, തലങ്ങും വിലങ്ങും പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഓരോ പ്രശ്നങ്ങളാണ്. കാടിനകത്ത് ആനകൾക്ക് വൈൽഡ് അനിമൽസിന് കാട് 5 സ്റ്റാർ ഫെസിലിറ്റി ആണത്. അത് എങ്ങനെയാണ് ലോക്കൽ ലോഡ്ജ് എന്നമാതിരി നാട്ടിലേക്ക് ഇറങ്ങുന്നത്? നിങ്ങൾ അതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. തീർച്ചയായും ശരിയല്ലേ? കണക്ക് തന്നെ തീർച്ചയായും വളരെ ശരിയായ കാര്യമാണ്. ഇതൊക്കെ ശാസ്ത്രീയമായി ക്രമീകരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാനാകുന്നത് ജയകുമാറിന്? ഭരണകൂടം തന്നെ വിചാരിക്കണം അല്ലേ? ഭരണകൂടത്തിൽ ഇച്ഛാശക്തിയുള്ള പൊളിറ്റീഷ്യന്മാരും ഇച്ഛാശക്തിയുള്ള കാര്യഗൗരവമുള്ള ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവണം. മേൽത്തട്ടില് കാര്യഗൗരവമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം. അല്ലാതെ ഈ NGO കാണുമ്പം ആടി ഒലയുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. NGO-കാരന്മാരുണ്ട് ഇവിടെ കുറെ അന്യ രാജ്യങ്ങളിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ മൊത്തം തകർക്കുന്ന കുറച്ച് NGO-കൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കകത്ത്. അവന്മാരെ ഇഷ്ടത്തിനനുസരിച്ച് ആടുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇതൊന്നും സംഭവിക്കരുത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കേൾക്കുന്നുണ്ടോ? പിന്നെ നമ്മുടെ തീരദേശ സംരക്ഷണ നിയമം അവിടെ നിർമ്മാണ പ്രവർത്തനം പറ്റത്തില്ല. നമ്മുടെ ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് മാലിദ്വീപിലും തായ്ലൻഡിലൊക്കെ പോയി തീരദേശത്ത് കിടന്ന് സൂചിച്ചിട്ട് വരുന്നത്. അത് ഇവിടെ വന്ന് പറയും ഇവിടെ പറ്റത്തില്ല എന്ന് പറയും. പിടികിട്ടിയ നമ്മളെ ഇതേ ഉദ്യോഗസ്ഥന്മാരും പൊളിറ്റീഷ്യന്മാരും തായ്ലൻഡിൽ പോയി കടുവയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തോണ്ട് വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും ഇത് പറ്റത്തില്ല എന്ന് പറയും. ഇല്ലേ? ഇവരെ കൽപ്പിക്കുന്ന പലരുടെയും ബെൽറ്റുകളും പേഴ്സുകളും ബാഗുകളും മറ്റേ ചീങ്ങലിന്റെ തോല എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും ഇവിടെ ഇത് പറ്റത്തില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞ ഇതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും തിരിച്ചറിയാതെ കുറെ ആൾക്കാർ ഇതിന്റെ പുറകെയുണ്ട്. നമ്മളെ ശരിക്കും സ്വയം നമ്മളായിട്ട് തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറണം, വേർതിരിച്ചറിയണം. കുറെ NGO-കളും കുറെ ആൾക്കാരുടെയും കുറെ എന്തോ ഇതിനൊക്കെ പറയുമ്പോ എന്തോ വലിയ ആൾക്കാരാണെന്നാണ് ഇവരൊക്കെ ധാരണ. ഇവരൊക്കെ വെറും വേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സാമ്പിൾ കടലിൽ മാലിയിൽ പോയി കടലിനകത്ത് ബീച്ചിനകത്ത് കിടന്ന് റിസോർട്ടിൽ പോയി ഇരുന്നിട്ട് വരാം. കേരളത്തിൽ വന്ന് പിന്നെ കടലിന്റെ തീരത്ത് ഒരു റിസോർട്ട് ഉണ്ടാക്കിയ പറയും തീരദേശ സംരക്ഷണ നിയമം എന്ന് പറയും. വളരെ ശരിയാണ്. നമുക്ക് ഈ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലേക്ക് തന്നെ എത്തിയാൽ ഇവർ ഈ മണ്ണെടുത്ത് ദേഹത്തേക്കൊക്കെ ഇടുന്നത് ആനയുടെ സ്വാഭാവികമായ പ്രകൃതമാണല്ലോ അല്ലേ? ഇവന്റെ ഈ സ്വഭാവം താങ്കൾ നിരീക്ഷിച്ചപ്പോ എന്താണ് മനസ്സിലാക്കുന്നത്? അതിനകത്ത് ശരിക്കും പറഞ്ഞ ആന വളരെ ഫ്രസ്ട്രേറ്റ് ആണ്. ആനയെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആക്കിയിരിക്കുകയാണ്. ഹൈലി എന്ന് വെച്ചാൽ അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് അതിനെ ഹൈലി ഫ്രസ്ട്രേറ്റ് ആക്കിയ ആന. നാട്ടുകാർ കൂടുന്നു, ബഹളം വെക്കുന്നു, എല്ലാ രീതിയിലും ആനയെ കണ്ടമാനം ഫ്രസ്ട്രേറ്റ് ആയിട്ട് അതിന്റെ കോർട്ടിസോൾ ലെവൽ തന്നെ മാക്സിമം എത്തി നിർത്തിയിരിക്കുന്ന ആനയാണ്
മയക്ക് വെടി വെക്കുന്നത്. അതിന് പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ ആനയെ കുങ്കിയാനെ ഉപയോഗിച്ച് ഈ ലോറിയിലേക്ക് കയറ്റുന്ന സമയത്ത് ഇവന്റെ തലഭാഗമൊക്കെ തലഭാഗമൊക്കെ ഇടിക്കുന്നുണ്ട്. അത് മരണകാരണമായി മാറാമോ? അല്ല, അതൊന്നും അവിടെ മസ്തകം ഒന്നും ഇടിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ആന മയങ്ങിക്കഴിഞ്ഞാൽ മെന്റലി സ്ട്രെസ് കുറയും. ആന മയങ്ങുന്നതിന് മുമ്പ് മെന്റലി സ്ട്രെസ് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് വളരെ കൂടുതലാണത്. മനസ്സിലായില്ലേ? ആ ഹോർമോൺ ഇംബാലൻസ് വളരെ കൂടുതൽ നിൽക്കുമ്പോൾ അതിനെ മയക്കുമരുന്ന് കൂടെ ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രോപ്പർ പ്രിക്കോഷൻസ് എടുക്കണമായിരുന്നു. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പിന്നെ ഇനി മറ്റേ കുങ്കിയാനകൾ പശപ്പശയായിട്ട് ഇടിച്ചിട്ട് ഇന്റേണൽ ഡാമേജ് ഉണ്ടായോ എന്ന് അറിയണം. അല്ലാതെ ആന അത് മാത്രമല്ല, ഞാനൊരു സംശയം ചിലരുടെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് ഈ ആനയ്ക്ക് സ്വാഭാവികം നമുക്ക് വിയർപ്പ് ഗ്രന്ഥി ഉള്ളതുപോലെ ഇതിന്റെ ചെവിയാണല്ലോ ഇതിന്റെ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് നടത്തുന്നത്. അപ്പൊ ഈ മയങ്ങുന്ന സമയത്ത് അതിന് പരാജയപ്പെടുന്നു. ചൂട് കൂടിയ കാലാവസ്ഥയാണ്, അതൊരു പക്ഷേ ഹൃദയാഘാതത്തിലേക്കൊക്കെ പോയിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. സത്യമാണോ അത്? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സ്പെക്കുലേഷൻസ് ആണ്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ കാട്ടിൽ മൊത്തം ചത്തുകൊണ്ട് സമയം കഴിഞ്ഞു. ഇങ്ങനൊക്കെ കുറെ സ്പെക്കുലേഷൻസ് ആണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഇങ്ങനെ ഊഹാപോഹങ്ങളാണ്. അങ്ങനെ ടെമ്പറേച്ചർ കൂടിയാണ്, ടെമ്പറേച്ചർ കുറഞ്ഞാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആണെങ്കിൽ ജീവികളൊന്നും ജീവിക്കത്തില്ലല്ലോ ഇവിടെ. നമ്മൾക്കിപ്പം ഈ 1-2 വർഷത്തിൽ ആന ഹൈലി സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ മയക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. സാറിന് ഇവിടെ ഈ നമ്മുടെ ആനയെ പിടിക്കാനൊക്കെ മയക്കുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി വെളുപ്പങ്ങലത്തൊക്കെ പോയി പിടിക്കുക, തണുപ്പ് കഴിയും, ആന കുറച്ച് റെസ്റ്റായിട്ട് നിൽക്കുമ്പോഴേ പിടിക്കുക. അത് കണക്ക് തന്നെ ആന അഥവാ ഇനി അല്ലാതെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മയക്കിന് ശേഷം നിന്ന് കഴിഞ്ഞാൽ കണ്ടമാനം വെള്ളം ഒഴിച്ചിപ്പോൾ ആനയെ തണുപ്പിക്കാറുണ്ട്. പിന്നെ അതൊന്നും ഇവിടെ നടന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? അത് ഞാൻ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ടില്ല. വെള്ളം ഒഴിച്ച് ബോഡി ടെമ്പറേച്ചർ കയറുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചു. എന്ന് വെച്ചാൽ ഒന്നാതെ അത് ഓടിക്കഴിയുമ്പം അതിന്റെ ബോഡിക്കകത്ത് കണ്ടമാനം ലാക്റ്റിക് അസിഡോസിസ്, ഈ മസിൽ ഫൈബർ കണ്ടമാനം ഈ ആക്ടിവിറ്റി കൂടുമ്പം അതിന് ആസിഡോസിസ് ഉണ്ടാവും കണ്ടമാനം. അപ്പൊ അതൊക്കെ ബോഡി മേക്കപ്പ് ചെയ്തെങ്കിൽ സമയം എടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള 1-2 പ്രശ്നങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് ആയിട്ട് മരുന്ന് കൊടുക്കുക. പിന്നെ ഈ സ്റ്റിറോയിഡ്സ് കൊടുക്കും. ചിലപ്പോൾ അന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ തിരക്കണം. പിന്നെ വേറെ ഈ കുങ്കിയാല കൊണ്ട് ഓപ്പറേഷൻ എടുത്തുമ്പോൾ പച്ചപ്പശായിട്ടും അല്ലെങ്കിൽ ഇടി കൊണ്ടിട്ട് ചിലപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലാതെ ആന ഹെൽത്തി ആയിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ആന പൂർണ്ണമായി ഹെൽത്തി ആയിട്ട് ആന തന്നെയാണ്. ഞാൻ ടി വിയിലൂടെ കണ്ടതാണ്. ആന വളരെ ഹെൽത്തിയാണ്. പിന്നെ വേറെ 1-2 പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മാനന്തവാടി തന്നെ ആയതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്ത് ഓവർഡോസിനെ കുറിച്ച് പറയുന്നു. ഈ കാർഫന്റൈനോ, ഈ മയക്കുന്ന മരുന്നിന്റെ പേരെന്താണ്, അത് ഓവർഡോസ് ആയിട്ട് ചെന്നതാകാം എന്ന് കരുതുന്നുണ്ട്. ഇല്ലില്ല, അങ്ങനെ ഓവർഡോസ് എന്നൊക്കെ ഇതൊക്കെ ഈ ഓവർഡോസ് എന്നുള്ള പ്രശ്നം ചോദിക്കുന്നത് ഈ ദൂരെ നിന്ന് മയക്കാൻ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഈ നീഡില് തൊലിയുടെ അടിയിലായി പോവും. അത് മസിൽ കയറത്തില്ല. അപ്പൊ തൊലിയുടെ അടിയിലും മരുന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം അത് പിടിച്ചു വരാൻ സമയമെടുക്കും. പിടികിട്ടിയോ? ഇപ്പോഴത്തെ പുതിയ ഡാട്ട് ചാർജ് ആയിട്ടുള്ള ന്യൂമാറ്റിക് സിറിഞ്ചസ് ഉപയോഗിക്കുന്നതേ. അപ്പം ഈ ചാർജ് ആയിട്ടുള്ള വെടിമരുന്ന് കൊണ്ടുള്ള നീഡിലാണെങ്കിൽ, വലിയ നീഡിലാണെങ്കിൽ അത് നല്ല ഫോഴ്സ്ഫുള്ളി ഇടിച്ച് മസിലിൽ തന്നെ മരുന്ന് കയറും. പിടികിട്ടിയാ? അപ്പൊ മസിലിൽ തന്നെ സിറിഞ്ചിനകത്തുള്ള സംവിധാനം പറഞ്ഞത്. അപ്പൊ അതിനാണെങ്കിൽ ഈ സമയം ലാപ്സ് വരത്തില്ല. മറ്റേ ന്യൂമാറ്റിക് ആകുമ്പോൾ നീഡിന്റെ സൈസും കുറവാണ്. അത് തൊലിയുടെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമാണ്. ഇത് സമയം കൂടുതലെടുക്കുമ്പോൾ നമ്മൾ വീണ്ടും മരുന്ന് കൊടുക്കേണ്ടി വരുന്നത്. വീണ്ടും മരുന്ന് കൊടുത്താലും മയങ്ങിയാൽ തന്നെ അതിന്റെ ആന്റിഡോട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അല്ലെ, പ്രതിരോധ മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ മരുന്നിന്റെ കംപ്ലൈന്റ് ഒന്നുമില്ല. അങ്ങനെ ചെയ്ത ഓപ്പറേഷൻസിനൊന്നും കംപ്ലൈന്റ് ഒന്നുമില്ല. പക്ഷേ സാഹചര്യം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അതിനിടയ്ക്ക് ആന മരിച്ചു. ദിസ് ഇസ് ഒരു കോയിൻസിഡൻസ് ആണ്. ഇതിനകത്ത് ആര് എന്ത് ചർച്ച നടത്തിയാലും ആരെന്ത് വിശദീകരണം നടത്തിയാലും നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ. ശരിയല്ലേ പറഞ്ഞത്? അതെ. പക്ഷേ ഇനി ഇങ്ങനെ സംഭവിക്കരുത്. അതിന് ഒരു എഫിഷ്യൻസി താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമാകണം. ഇതിനെ ഇനി റേഡിയോ ആദ്യമേ അന്വേഷിക്കുന്ന റേഡിയോ കോൾ ചെയ്ത ആന നാട്ടിലിറങ്ങുന്നത് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് തിരക്കണം. അതാണ് ആദ്യമേ അറിയാറുള്ളത്. ശരിയല്ലേ? അതെ, കറക്റ്റ് ആണ്. റേഡിയോ കോൾ ചെയ്ത ആന എന്തിനാ റേഡിയോ കോൾ ഘടിപ്പിച്ചു? ആ പർപ്പസ് നടന്നോന്നറിയണം. അപ്പൊ വയനാട് തന്നെ ഉള്ള ആയതുകൊണ്ട് വയനാടൊക്കെ ആനക്യാമ്പ് ഉണ്ടായതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ കുങ്കി ആനകൾ അവിടെ കൊണ്ടുപോയി ഈ ആന പുറത്ത് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടഞ്ഞില്ല? ഇതിനല്ലേ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നതിനല്ലേ?
ഓക്കെ. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് കാതലായ അതെ, അതെ, പ്രശ്നം. correct ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ തെറ്റാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇറങ്ങുന്ന ആനകളെ പിടിച്ച് സെമി വൈൽഡായിട്ട് കാട്ടിൽ തന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്തുകൂടാ? അതിനുള്ള നടപടികൾ അവർ 7 വർഷം മുമ്പ് തുടങ്ങിയതല്ലേ? അതിപ്പോ എവിടെ വന്ന് നിൽക്കുന്നു? അതെ അതെ, ഇതൊക്കെയാണ് ചർച്ച അതിലേക്കൊക്കെ ചെയ്യുന്നത്. കാര്യങ്ങൾ പോകണം. വളരെ കാതലായ ചോദ്യങ്ങളും വിഷയങ്ങളുമാണ് ശ്രീ കെ ജയകുമാർ, വൈൽഡ് ലൈഫ് വെറ്ററിനറി സർജൻ, ഉന്നയിച്ചത്. എന്തായിരുന്നാലും തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിൻ്റെ കാരണം ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടത്തോടു കൂടി കൃത്യമായി അറിയാനാകും. കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷമാണ് ആനയ്ക്ക് അത്തരത്തിൽ മരണം സംഭവിച്ചത്. പ്രത്യേക സംഘം ഇതേ സംബന്ധിച്ച് പരിശോധിക്കും. 20 ദിവസത്തിനിടെ ആനയ്ക്ക് 2 തവണ മയക്കുവെടിയേറ്റു. എന്താണ് കാരണമെന്ന് കൃത്യമല്ല. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഇന്നത് വെളിവാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന ഈ നഗരമധ്യത്തിലേക്ക് അല്ലെങ്കിൽ നാട്ടുപ്രദേശങ്ങളിലേക്ക്, ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്നത് വരെ എന്തായിരുന്നു അധികൃതർ ചെയ്തതെന്ന ചോദ്യമാണ് കാതലായി ബാക്കിയാകുന്നത്. റേഡിയോ കോളർ ധരിപ്പിക്കുന്നത് തന്നെ ഇത്ര ചിലവേറിയ സംഭവങ്ങൾ ധരിപ്പിക്കുന്നത് തന്നെ ഈ ആനകളെ നിരീക്ഷിക്കാനാണ്, അവരുടെ മൂവ്മെൻറ്റുകൾ അറിയാനാണ്. എന്നിട്ടും അത് പരിശോധിക്കാനോ സ്ക്രീൻ ചെയ്യാനോ ആരുമില്ല എന്ന അനാസ്ഥ തന്നെയാണ് ആനയെ നാട്ടും പ്രദേശത്തെത്തും വരെ അറിയാനാകാത്ത അവസ്ഥ സൃഷ്ടിച്ചത് എന്നതാണ് കാതലായ ചോദ്യം ആയി വരുന്നത്. കെ ജയകുമാറും അതുതന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചതും. എന്തായിരുന്നാലും ഇതിൻ്റെ വാർത്തയുടെ വിവരങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഷിബു കൂടി നൽകിയത്.